നമസ്കാരം. ഓർമ്മയിൽ എന്റെ സ്കൂളിന്റെ 3-ാം പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര വ്യത്യസ്ത അനുഭവങ്ങളാണ് നാം ഓർമ്മയിൽ എന്റെ സ്കൂളിന്റെ 2 പതിപ്പുകളിലായി കടന്നുപോയത് അല്ലേ? തീർച്ചയായും. അന്നത്തെ സ്കൂൾ, പഠന രീതികൾ, ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ നമുക്കറിയാൻ സാധിച്ചു. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ അറിയാനുമുണ്ട്. അതെ, 1972 നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ നേടി ഇന്നേ വരെ നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന ശ്രീ കെ ചന്ദ്രൻ കുമരിയാർ പറമ്പിലാണ് 3-ാം പതിപ്പിൽ നമ്മോടൊപ്പം ചേരുന്നത്. അത് കേൾക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ ചേട്ടനെ പറ്റി 2 വാക്കുകൾ പറയേണ്ടിയിരിക്കുന്നു അല്ലേ? അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ ഒരു സ്കൂളിലെ പ്രഥമ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് 8 വർഷത്തോളമായി വീൽചെയറിൽ ജീവിതം നയിക്കുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം തന്റെ പരിമിതികളെയെല്ലാം മറികടന്നുകൊണ്ട് വീൽചെയറിൽ ഇരുന്ന് സമൂഹത്തിന്റെ ധാരാളം നല്ല പ്രവർത്തനം ചെയ്തു പോയിരുന്നു. സ്വന്തം കാൽച്ചോട്ടിൽ ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറക്കുക. ഈ വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വീൽചെയറിലിരുന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന പ്രശസ്ത ശാസ്ത്രജ്ഞരിൽ ഒരാളായ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വരികളാണിത്. ചന്ദ്രൻ ചേട്ടന്റെ ജീവിതവും നമ്മെ നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറക്കാൻ പഠിപ്പിക്കുന്നു അല്ലേ? തീർച്ചയായും. അദ്ദേഹത്തിന്റെ കർമ്മഫലത്തിൽ എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. നമസ്കാരം ചന്ദ്രചേട്ടാ. നമസ്കാരം. ചന്ദ്രചേട്ടൻ നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി എപ്പോൾ വിളിച്ചാലും എന്ത് കാര്യത്തിന് വരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് ചില അനുഭവങ്ങളൊക്കെ ഒന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കണം. അപ്പൊ ചന്ദ്രചേട്ടൻ ആദ്യം ഈ വർഷം ഏത് വർഷമാണ്, ഏത് ബാച്ചിലാണ് സ്കൂളിൽ ചേർന്നത്? ഏത് വർഷം ഇവിടുന്ന് പാസ് ഔട്ടായി? ഞാൻ 1972 ഇവിടെ 1-ാം ക്ലാസ്സിൽ ചേരുന്നത്. പിന്നെ 5 വർഷം പഠിച്ചു. 77 ഇവിടുന്ന് അണക്കര സ്കൂളിലേക്ക് പോയി. ഞങ്ങളുടെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, നല്ല ഒരു ഇട്ടുകൊണ്ട് പോകാൻ നല്ലൊരു ഡ്രസ്സോ ഒന്നുമില്ലാതെ ഉള്ള. കാരണം എൻ്റെ വീട്ടിൽ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരുണ്ട്. അമ്മയും അച്ഛനും കൂലിപ്പണിക്ക് പോയെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിലന്ന് കുടുംബം പുലർത്തത്തുള്ളൂ. ഞാനൊക്കെ ഒരേ ഒരു നിക്കർ മാത്രം ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്, അതും കീറി പറഞ്ഞ നിക്കറുകൾ. ഓണത്തിന് ഒരെണ്ണം മേടിച്ചു തന്നാൽ പിറ്റേ ഓണത്തിനാണ് അടുത്ത് വരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ജീവിതം. കുട്ടിക്ക് പിന്നെ പരാതികളൊന്നുമില്ല. കാരണം പരാതി പറയാൻ പറ്റത്തില്ല. താഴെ 3-4 പേരുണ്ട്. അവർ പരാതി പറയുന്നത് എല്ലാവരും കേൾക്കണമല്ലോ. പിന്നെ ചുറ്റുപാടുകൾ വളരെ മോശമായിരുന്നു. ഇപ്പോൾ യാത്രാ സൗകര്യങ്ങളുടെ കുറവുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നത് യാത്രാ സൗകര്യങ്ങളുടെ വളരെയധികം കുറവുണ്ട്. അധ്യാപകരൊക്കെ അണക്കരയിൽ നിന്ന് നടന്നു വേണം വരാൻ. ഭയങ്കര മഴയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ടീച്ചറൊക്കെ, ചെല്ലമ്മ ടീച്ചറൊക്കെ വരുമ്പം അവർ മൊത്തം നനഞ്ഞാണ് വരുന്നത്. കുറെ ഉണ്ടെങ്കിൽ പോലും നനഞ്ഞു കുളിച്ചാണ് അവർ വരുന്നത്. കാലാവസ്ഥ വളരെ മോശമായിരുന്നു. പിന്നെ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞാൽ, പിന്നെ ജൂൺ മാസത്തിൽ ആകാശത്ത് സൂര്യനെ കണ്ട് കഴിഞ്ഞാൽ പിന്നീട് കാണണമെങ്കിൽ സെപ്റ്റംബറാണ്, ഓണമാണ്. അതുവരെ ജൂണിൽ മെയ്യിലൊക്കെ. അതെ, പിന്നീട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ ഒരു കാലാവസ്ഥയായിരുന്നു. എപ്പോഴും പനി, പല വിധ അസുഖങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്കൊക്കെ പിന്നെ 5-ാം പനിയും മഞ്ഞപ്പിത്തവും ഒക്കെ ഉണ്ടായി. അന്ന് കുമിളി ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ ഇവിടുന്ന് എടുത്ത് ഒട്ടാത്തലമായിട്ട് എടുത്ത് നടന്നു കൊണ്ടുപോകണം. എൻ്റെ അമ്മയൊക്കെ എന്നെ എടുത്തുകൊണ്ട് വേണം പോകാൻ. അവിടെ എൻ്റെ അമ്മ ഇപ്പോഴും പറയുന്നത് ഞാൻ ഓർക്കുന്നു. മോർച്ചറിയുടെ വാതിൽ സൈഡിൽ കിടന്ന ദിവസങ്ങളുണ്ട്. അതുപോലെ ആളായിരുന്നു. ആശുപത്രി, ചെറിയ കുഞ്ഞ് ആശുപത്രിയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിലാണെങ്കിൽ ഈ റോഡൊക്കെ ഇല്ലില്ല. നമുക്ക് റോഡ് ഇത് മൺ റോഡായിരുന്നു. അഞ്ചൽ റോഡെന്നാ പറയുന്നത്. കുമിളി ഒട്ടാത്തലമായിട്ട് ഇങ്ങോട്ട് അഞ്ചൽ റോഡ്. അത് തന്നെ, അതെ, അഞ്ചൽ റോഡെന്നാ പറയുന്നത്. അത് പിന്നെ അന്ന് ഓട്ടോറിക്ഷയില്ല, ജീപ്പില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ ഇവിടെ പഠിച്ചത്. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, പാരകണ്ട് ഒരു ചെരുപ്പ് മേടിച്ചരും. ആ ചെരുപ്പ് ഇട്ടാൽ പുറകെ മുഴുവൻ ചെള്ളയടിക്കും. ഇവിടെ മൊത്തം ചെള്ളയടിക്കും. അത് പിന്നീട് അടുത്തൊരു ചെരുപ്പ് മാറണമെങ്കിൽ അതിൻ്റെ പുറകെ ഈ ചെരുപ്പിൻ്റെ ഇതുണ്ടല്ലോ, നമ്മൾ ഉപ്പുറ്റി അവിടെ കിഴിയണം. ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. അതെ, അന്ന് ചെരുപ്പ് ഒന്നുമില്ലായിരുന്നു. ഉണ്ട്. ടീച്ചറെ, ഞാൻ പറയാമല്ലോ, ഞാനിപ്പോഴും എനിക്ക് പറയുന്നതിന് കുഴപ്പമില്ല. എംഎക്ക് വരെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നല്ല ഡ്രസ്സ് മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. മടക്കാങ്കിലെ പിന്നെ ബിജു തന്ന പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഞാൻ എംഎക്ക് പരീക്ഷ എഴുതാനായിട്ട് ചെങ്ങന്നൂരിൽ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള
സ്വകാര്യ സ്കൂളിലാണ് പഠിച്ചത്, പക്ഷെ സെൻറ്റർ ചെങ്ങന്നൂരായിരുന്നു. ആ, അവിടെ പോകുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പണ്ട് കാലത്തെ ഈ സ്കൂളിൻ്റെ പരാതി എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിരുന്നു. ഒരു ചെറിയ ഷെഡുണ്ട്. ആ ഷെഡ് ഞാൻ പഠിച്ചപ്പോൾ ഈ ബിൽഡിങ്ങിലാണ് പഠിച്ചത്. ഇപ്പോഴത്തെ താഴെ ഇരിക്കുന്ന കെട്ടിടമില്ലേ, അതിനകത്താണ് പഠിച്ചത്. പക്ഷെ അന്ന് അതിൻ്റെ മേലൊരു ചെറിയ ഓലക്കെട്ടിടം ഉണ്ടായിരുന്നു. അതിനകത്താണ് ഉപ്പുമാവ് ഉണ്ടാകുന്നത്. അപ്പം ഞങ്ങൾ ഈ ഉപ്പുമാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് പിള്ളേർ വരും. അന്നത്തെ കാലത്ത് ഉപ്പുമാവ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരുന്നു. ഉണ്ടുണ്ട്. 5 പേർ ഉണ്ട്. ആരും ഉണ്ട്, അവർക്കെല്ലാം കിട്ടുമായിരുന്നു. നമ്മുടെ നളിനി ചേച്ചി തന്നെയായിരുന്നു? അല്ലല്ല, അത് വേറെ. അത് ഉണ്ടാക്കുന്ന ഈ രാജൻ പിള്ളേർ ചേട്ടനും വേറെ ഒരാളും കൂടെ ഉണ്ടാക്കുന്നത്, പിയൂണ്. അവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഉപ്പുമാവ് മാത്രമല്ലേ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഉപ്പുമാവ് മുട്ടയോ അല്ലെങ്കിൽ ഇന്നത്തെ പോലത്തെ ഇന്നിപ്പോൾ സാർമാർ പറയുന്നത് കേൾക്കണം, എന്തെല്ലാം അവരുടെ പിന്നെ മെനു തന്നെ രാവിലെ തയ്യാറാക്കി അയക്കണം. അന്ന് മെനു ഇല്ല, ഉപ്പുമാവും വെള്ളവും വേണേ കുടിച്ചോണം, അത്രേ ഉള്ളൂ. പല പല രസം, ചോറ്, എല്ലാം ഉണ്ട്. ലെമൺ ചോറ്, ഇന്ന് പിള്ളേരുടെ ബിരിയാണി. പിന്നെ സാറേ, എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം, അന്ന് ഞങ്ങൾ പ്രകൃതിയോട് മല്ലടിച്ച് നിന്നത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ, ഇപ്പം ഞാനിപ്പോൾ വീണ് തളർന്നിരിക്കും, എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല, ഒരു കാര്യവും പറ്റത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് മഴ നനയുകയോ വെയിൽ കൊള്ളുകയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അന്ന് ഞങ്ങൾ കുഞ്ഞിലെ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് ചെറുപ്പമൊന്നുമില്ല, സ്കൂളിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. ഈ നിലത്തൂടെ ഞങ്ങൾ നടക്കുമ്പോൾ ചെള്ളക്കകത്തൂടെ ഒക്കെ നടക്കുമ്പോൾ പ്രതിരോധ ശേഷി ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾക്ക് കിട്ടും. എൻ്റെ പെങ്ങന്മാർ 3 പേരും ഇവിടെ പഠിച്ച. ചന്ദ്രൻ ചേട്ടന് നിങ്ങൾ 4 പേരാണോ ഉള്ളത്? 4 പേര്. പെങ്ങന്മാരിൽ പിന്നെ എല്ലാവരും 10 വരെ ഉള്ളൂ. പെങ്ങന്മാരെല്ലാം 10 വരെ ഇവിടെ പഠിച്ചു. ഇവിടെ അല്ല, അണക്കര. അന്ന് എല്ലാവരും തന്നെ 5 വരെ ഉള്ളായിരുന്നു ആ സമയത്തല്ലേ, ആ ബാച്ചിന്റെ. പെങ്ങന്മാരുടെ പഠനം നിർത്തിയത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതെ, അവർക്ക് ഒരു പാവങ്ങള് ചെറുപ്പത്തിലെ എസ്റ്റേറ്റിൽ പോയി. അച്ഛൻ സൂപ്പർവൈസറായിരുന്നു, അമ്മ അവിടെ പണിയാണ്. അപ്പോൾ ഇവർ 3 പേരും എസ്റ്റേറ്റിൽ പോയി. 18 വയസ്സൊക്കെ ആകുന്നതിന് മുമ്പേ പോയി. പിന്നെ അവരുടെ കല്യാണമൊക്കെ ആയി. ഇപ്പം കുഴപ്പമില്ല. അവരെല്ലാരും 5 വരെ ഇവിടെ പഠിച്ചു. 5 വരെ. പിന്നെ എല്ലാരും തന്നെ അണക്കരയ്ക്ക് പോയി. ഞാനൊക്കെ 5 വരെ ഇവിടെ പഠിച്ചത്. എനിക്ക് ഏറ്റവും ഒരു ഓർമ്മയിൽ നിൽക്കുന്ന സാറുമാരെന്ന് പറഞ്ഞാൽ പിന്നെ നാരായണൻ സാറ് എന്നെ റേഷൻ കടയ്ക്ക് വിടുമായിരുന്നു. പിന്നെ വർഗീസ് സാർ ഹെഡ് മാസ്റ്റർ, ഭയങ്കര അടി കിട്ടിയിട്ടുണ്ടോ? നല്ല അടി കിട്ടുമായിരുന്നു. പിന്നെ ചെല്ലമ്മ ടീച്ചർ എന്ന് ഒരു ടീച്ചറുണ്ട്, ഹിന്ദി പഠിപ്പിക്കുകയാണ്. ഭയങ്കര നല്ല, ഈ ടീച്ചറിനെ പോലെ തന്നെ നല്ല ഒരു സ്നേഹമുണ്ട്. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ടീച്ചർ നമ്മളെ ഇങ്ങനെ കഴിയണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. അടിക്കത്തുമില്ലായിരുന്നു. അതുകൊണ്ട് അവരോട് നമുക്ക് സ്നേഹം കൂടുതലായിരുന്നു. മറ്റുള്ളവരൊക്കെ നല്ല അടി അടിക്കുമായിരുന്നു. ഈ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പുള്ളിനെ നമ്മൾ എന്നേലും പറഞ്ഞ് ഞങ്ങൾ കളിയാക്കുമായിരുന്നു. അന്ന് എവിടെയൊക്കെ ഗ്രൗണ്ടിലൊക്കെ ഇട്ട് ഓടിച്ച് പിടിച്ചടിക്കുമായിരുന്നു. നല്ല തല്ല് കിട്ടും. ഇല്ല, ഇങ്ങനെയല്ല, ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ കിടക്കും. മഴ പെയ്താൽ മൊത്തം വെള്ളമായി, വെള്ളക്കെട്ടായിരുന്നു. അന്ന് ഇവിടെ ഒരു വലിയൊരു ആൽമരമൊക്കെ ഉണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിന്റെ ഭാഗത്ത്. പിന്നെ ഗ്രൗണ്ട് നന്നാക്കാൻ നേരത്തെ ഈ ആൽമരത്തിന്റെ ഒരു അന്ന് പറയുന്നത് ഇവിടെ ഒരു അമ്പലം മേളിലുണ്ടായിരുന്നു. അത് അങ്ങോട്ട് മാറ്റിയതാ, താഴേക്ക് സ്കൂള് പണിയാൻ വേണ്ടിട്ട് അമ്പലം, ഇപ്പോഴത്തെ അമ്പലം താഴേക്ക്. പിന്നെ ഇവിടുത്തെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ നമ്മുടെ പിള്ളാച്ചൻ ചേട്ടന്റെ, രായപ്പൻ പിള്ളാച്ചൻ ചേട്ടൻ ഇവിടെ പിയൂണ് ഞാൻ ഉണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്നു. പുള്ളിയുടെ അച്ഛനായിരുന്നു ഇവിടെ ഹെഡ് മാസ്റ്ററായിട്ട് ആദ്യത്തെ. ഒരു ചാണ്ടി സാറിന്റെ പേര്, ചാണ്ടി സാറുണ്ട്. ചാണ്ടി സാറിന്റെ പേരിൽ ഇപ്പോഴും നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അടയ്ക്കുന്നത്. ചാണ്ടി സാർ എന്ന് പറഞ്ഞാൽ നല്ല മീശയൊക്കെ ഇട്ട് നല്ല നമ്മളെ പേടിപ്പിക്കുമായിരുന്നു. തല്ലിയിട്ടില്ല, പേടിപ്പിക്കുമായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇതൊന്നും ആരും നോക്കത്തില്ല. കാരണം എല്ലാവരും
സ്കൂളിലേക്ക് തള്ളിവിടും. ഞാൻ 4 വയസ്സിൽ കയറിയതാണ് സ്കൂളിൽ. 5 വയസ്സ് ആകുന്നതിന് മുമ്പ് 4 വയസ്സിലേക്ക് ഞാൻ സ്കൂളിൽ കയറി. 5 വയസ്സാകുന്നതിന് ആയെന്നും പറഞ്ഞ് കയറ്റി. വേണ്ട. അപ്പം സ്കൂളിൽ വീട്ടിലെ ഒരു ഭാരം ഒഴിവാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളെ അങ്ങോട്ട് കയറ്റി വിട്ടത്. പഠിക്കുവാനായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ളൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മലയാളം നല്ലപോലെ എഴുതാനും വായിക്കാനും പഠിക്കും. 5 വെച്ച് തന്നെ നല്ലപോലെ പഠിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. പിന്നെ മറ്റൊരു പ്രധാന നേട്ടം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനെ കിട്ടിയെന്നുള്ളതാണ്. സാബു എന്ന് പറയും, ചേർത്തുകുന്നൽ. ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, ഞങ്ങളൊന്നു തൊട്ട് 10 വരെ തൊട്ട് പഠിച്ചു. അവന് ഞാൻ ഒന്നിച്ച് 8ാം വലിയ സ്കൂളിൽ പഠിക്കുമ്പം ഞങ്ങളിപ്പോൾ ഒരിക്കലും ഞാൻ ഓർമ്മിക്കാൻ കാരണം, ഒരു പരീക്ഷ എഴുതിയപ്പം ഞങ്ങൾ ഈ 7ാം വലിയ ഒരു പാലമുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, 7ാം വലി. ആ പാലത്തിൻ്റെ അവിടെ വെള്ളം ഒഴുകും മഴയത്ത്. അപ്പം ഞങ്ങൾക്ക് 1.5 പഠിത്തമുള്ളതാണ് അക്കരെ സ്കൂളിൽ. 1.5 മഴ പെയ്യുന്ന അന്ന് ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. കാരണം പോകാതിരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അന്ന് ഇപ്പോൾ പരീക്ഷയായിരുന്നു, പോകാതിരിക്കാനും പറ്റില്ല. ഇവന് കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് സമയം പോയി. ഞാൻ പോയി നേരത്തെ ഓടിപ്പോയി പരീക്ഷ എഴുതിയിട്ട് വന്നു. എന്നിട്ട് ഇവൻ അവിടെ നിന്നു. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് കാണിക്കണ്ടേ, എല്ലാം അടിക്കും. അങ്ങനെ കൊണ്ട് കാണിക്കും. റിസൾട്ട് വന്നപ്പോൾ അവൻ തോറ്റുപോയി. എഴുതിയിട്ടില്ല, തോറ്റുപോയി. പക്ഷേ അന്ന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവന് ആ ഒരു സ്നേഹം ഇന്നും ഉണ്ട്. എനിക്ക് എൻ്റെ ഈ വീട് പണി തുടങ്ങിയ അന്ന് മുതൽ തീരുന്നത് വരെ എൻ്റെ കൂടെയുണ്ട്. ഇപ്പോഴും ഇപ്പോഴും കൂടെയുണ്ട്. എല്ലാ മാസവും ഒരു 2000 രൂപ വീതം പെൻഷൻ തരും. എല്ലാ മാസവും ഇതുവരെ മുടങ്ങിയിട്ടില്ല. അതെ, ഞാൻ ഈ സ്കൂളിലെ ഏറ്റവും വിലപ്പെട്ട ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ, ഇവിടെ പഠിക്കേണ്ട ഒരു സ്നേഹം അതേ ഉള്ളൂ. പിന്നെ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ, കളിക്കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കുന്ന അത്ര ആൾക്കാരില്ല എനിക്ക്. പിന്നെ മടുക്കാനുള്ള കുര്യന് ഞാനും ഒന്നിച്ച് പഠിച്ച കുര്യൻ എന്ന് പറയും. അവരുടെ വീട് റോഡ് സൈഡിൽ തന്നെ ഉണ്ട്. പിന്നെ എനിക്ക് നല്ലൊരു സൗകര്യം ഉണ്ട് ഇപ്പം, അത്രേ ഉള്ളൂ. പിന്നെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, 9 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു, 10 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അന്നൊക്കെ ഇങ്ങനെ വീടുകളൊന്നുമില്ല, മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അത് ഇപ്പം മാറിയല്ലോ, എല്ലാം മാറി, ഭരണമെല്ലാം മാറി. സ്കൂളിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കാര്യം പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് പിന്നെ നമ്മുടെ സ്കൂളിന് 100% വിജയമുണ്ട് 10ാം ക്ലാസ്സിൽ. അതിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് നല്ല ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാൻ പലപ്പോഴും ഇവിടെ വന്നതിന് ശേഷം പോലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. രാത്രി 8 മണി വരെ ക്ലാസ് എടുക്കുന്നു, പിള്ളേർക്ക് സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു നിലപാടുകൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഇത്തരം കുട്ടികളാണേലും വരുന്നത്. പക്ഷേ ഇവിടുത്തെ അധ്യാപകരല്ല, രക്ഷകർത്താക്കൾ തീരുമാനിക്കുന്ന എൻ്റെ കുട്ടി എവിടെ വിടണമെന്നില്ല. ഇവിടെ വിട്ട് പഠിപ്പിച്ച ആരും തോറ്റൊന്നും പോകത്തില്ല. എല്ലാം ഒരുവിധം നല്ല ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം, എല്ലാവരും. ആ ഒരു കാര്യങ്ങളൊക്കെ പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇപ്പം എന്താ പറയുന്നത്, ഇവിടെ ഈ നമ്മുടെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളിൽ ഇപ്പം ഇവിടുത്തെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കുറച്ച് വർഷങ്ങളായതേ ഉള്ളൂ വന്നിട്ട്. അവരാണ് റിസ്ക് എടുക്കുന്നത് പ്ലാറ്റിനം ജൂബിലി ഇവിടെ നടത്തണം എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ പ്ലാറ്റിനം ജൂബിലി നടത്തുക എന്നുള്ളത് ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ആവശ്യം, അവരുടെ അവകാശമായിട്ട് കാണുന്നു അവർ. പക്ഷേ അത് 90% ആൾക്കാരും അതിനെക്കുറിച്ച് ഒരു ബോധവാന്മാരല്ല. എന്താണ് പ്ലാറ്റിനം ജൂബിലി എന്ന് പറഞ്ഞാൽ പോലും അറിയാൻ മേലാത്ത കുട്ടികൾ ഇവിടെ പഠിച്ച ആൾക്കാരും ഉണ്ട്. പക്ഷെ നിങ്ങളെടുക്കുന്ന അധ്യാപകർ, ഇവിടുത്തെ ഇപ്പോൾ നിലവിലുള്ള അധ്യാപകർ എടുക്കുന്ന അതേ ഉത്സാഹം ഏതെങ്കിലും ഒരു 2 ബാച്ചുകാർ എടുത്താൽ മതി. ഇപ്പം അന്ന് സാറ് പറഞ്ഞ പോലെ 10-35 കുട്ടികൾ പഠിച്ചിറങ്ങിയ സ്ഥലം അവിടെ. ഇപ്പം ഞാൻ പഠിച്ച സ്കൂളാണ്, ഞാൻ അക്ഷരം പഠിച്ച സ്കൂളാണ്, എന്നെ എഴുതാൻ പഠിപ്പിച്ച സ്കൂളാണ് എന്നുള്ളൊരു, അന്നൊക്കെ പിന്നെ മണലല്ല എഴുതിക്കൊണ്ടിരുന്നു. മണല എഴുതിക്കുമായിരുന്നു കൈയക്ഷരം നന്നാക്കാൻ വേണ്ടി. ഞാനൊക്കെ ഇവിടെ ഇരുന്ന് മണലിൽ എഴുതിയിട്ടുണ്ട്.
നല്ലപോലെ കൈവശം നല്ല കാര്യം. എനിക്കൊക്കെ നല്ല കൈവശമുണ്ട്. അതെ, ഇവിടുന്ന് ഞാൻ പഠിച്ചെടുത്ത ഈ സ്കൂളിൽ നിന്ന് 5ാം ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ തന്നെ നല്ല കൈവശമായിരുന്നു. അതിൻ്റെയൊക്കെ ബലത്തിൽ നിന്നാണ് 10ാം ക്ലാസ് പാസ്സായെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എനിക്ക് ഹിന്ദിയോ കണക്കോ ഒന്നും അറിയത്തില്ല, അതൊക്കെ ജസ്റ്റ് പാസ്. ഇപ്പോഴും അതിനോടെല്ലാം നമ്മൾ വളരെയധികം പുറകോട്ടാണ്. പക്ഷേ ഈ സ്കൂളിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മുടെ സ്കൂളിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.